ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം എന്തെങ്കിലും ഒന്ന് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് നമുക്ക് ഫോൺ മെമ്മറി അല്ലെങ്കിൽ ഫോൺ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞ മെസ്സേജ് വരിക, എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, അല്ലേ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നേരെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത കുറേ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോകൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ട് നോക്കുമ്പോഴേ പിന്നെയും ഉണ്ടാവും സ്റ്റോറേജ് അതേപോലെ തന്നെ ഫുൾ എന്ന് കാണിക്കുന്നത്. എന്താണ് ഇതിനൊരു കാരണം എന്നുള്ളത്? അതുപോലെ തന്നെയാണ് നമുക്ക് ഇതേപോലെ തന്നെ ജിമെയിലും ഇതേപോലെ തന്നെ പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ച ചോദ്യമാണ്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള, നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞ ഇൻബോക്സിൽ വന്നിരിക്കുന്ന മെസ്സേജുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞു പിന്നെയും അതേപോലെ തന്നെ ഫുള്ള് കാണിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പല ആളുകൾക്കും, സാധാരണക്കാരായിട്ടുള്ള പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണിത്. അപ്പം അത് പറയുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്യുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് മുകളിൽ നമുക്ക് കാണാം 38 MB ആണ് നമ്മളിതിൻ്റെ സൈസ് പറയുന്നത്. പക്ഷേ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഫയൽ ഫുള്ളാണെന്ന് പറയുന്നു, ഫോൺ മെമ്മറി ഫുള്ളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഗാലറി അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. ഗാലറി ഓപ്പൺ ചെയ്താൽ നമുക്ക് കുറേ നമ്മുടെ ഇമേജസ്, വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യും. നമുക്ക് വേണ്ടാത്ത ഫയലുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഡിലീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഡിലീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അത് ഡിലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി. പിന്നീട് നമ്മൾ അതേപോലെ തന്നെ എന്താ ചെയ്യുന്നത്, നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അഗെയിൻ കാണിക്കുന്നു ഫോൺ മെമ്മറി ഫുൾ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇത് അറിയുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അറിയാത്തവർക്ക് ഉള്ള വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇതിവിടെ നമുക്ക് താഴേക്ക് കാണാം ഹിഡൻ ആയിട്ടുള്ള ഫോൾഡർ കാണിക്കുക. അതിൻ്റെ താഴെ പെർമനൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ പോലും ഇത് എവിടെ വന്ന് നിൽക്കുന്നുണ്ട്, റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫോൾഡറിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതൊരു റീസൈക്കിൾ ബിന്ന് പോലൊരു സാധനമാണ്, അതുപോലുള്ളൊരു ഫോൾഡറാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ പോലും നമുക്ക് ഫോൺ മെമ്മറി തിരിച്ച് കിട്ടാത്തതിൻ്റെ കാര്യം അതാണ്. നമുക്ക് ഫോൺ സ്റ്റോറേജ് ബ്ലാങ്ക് ആയിട്ട് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യണം. അതിനായി താഴെയുള്ള ഡിലീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പെർമനൻ്റ്ലി ഡിലീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ വരും. അത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇനിയുണ്ട് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഇനി അഥവാ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു 2-3 എണ്ണം മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ അത് മാത്രം നമുക്ക് ഇവിടെ പെർമനൻ്റ് ഡിലീറ്റ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഗാലറിയിലൊക്കെ തന്നെ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയതാണ് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ നമുക്ക് റീസ്റ്റോർ കൊടുത്താൽ നേരെ നമുക്ക് തിരിച്ച് നമ്മുടെ ഗാലറിയിലേക്ക് വരും. പക്ഷേ നമ്മുടെ ആവശ്യം അതല്ലല്ലോ. നമുക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തമായിട്ട് ഗാലറി ഒഴിവാക്കാനല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിൽ കാണുന്നത് സെലക്ട് ഓൾ കൊടുക്കുക. സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് സെലക്ട് ആവും. എന്നിട്ട് പെർമനൻറ്റ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫോട്ടോസും വീഡിയോസും എന്തൊക്കെയാണോ നമ്മൾ ഡിലീറ്റ് ചെയ്തത് അത് മുഴുവൻ അതിലേക്ക് ഡിലീറ്റ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് റീസ്റ്റോർ കാണിക്കുന്നതിൽ അതിലേക്ക് റീസ്റ്റോർ ആയിക്കോളും. പക്ഷേ നമുക്ക് പെർമനൻറ്റ് ഡിലീറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് കൃത്യമായിട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഫോണിലുള്ള സ്റ്റോറേജ് ശരിക്കും ക്ലീനായി അല്ലെങ്കിൽ കാലിയായി വരുന്നത്. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോൺ സ്റ്റോറേജ് നിങ്ങൾക്ക് GB ലാഭിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്, അതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് നമുക്ക് ജിമെയിലും ഇതുപോലെ തന്നെ ഒരു പ്രശ്നം എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മൾ ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്തു. നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം കുറേ മെസ്സേജുകൾ കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ജിമെയിൽ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുക, അല്ലേ. എങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക, ഏതൊക്കെയാണോ ഫയലുകൾ ഡിലീറ്റ് ചെയ്യേണ്ടത്, മെയിലുകൾ അത് സെലക്ട് ചെയ്യും. എന്നിട്ട് മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ അത് ഡിലീറ്റ് ആയി. നമുക്ക് രണ്ടാമത്തെ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്, അതും നമ്മൾ സെലക്ട് ചെയ്തു, മുകളിൽ ഡിലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെയും ഡിലീറ്റ് ആവുന്നില്ല. അതിന് പകരം നമ്മൾ ഇവിടെ മുകളിൽ കാണുന്ന 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് റീസൈക്കിൾ ബിന്നിൻ്റെ ഷോർട്ടാണ് ബിന്ന്. ഈ ബിന്നിൽ കയറി കിടന്നാൽ കണ്ടില്ലേ, നമ്മൾ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ ഈ ബിന്നിൽ തന്നെ പിന്നെയും കിടക്കുന്നുണ്ട്. ഇവിടെ നിന്നുകൂടി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ് പലപ്പോഴും ചോദിക്കാറുള്ളത്. അതിനുള്ളൊരു ആൻസറാണ് ഈ ഒരു വീഡിയോ. ഇവിടെ നിന്ന് നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഇവിടെ MT കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇത് എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതെന്നും അതെങ്ങനെയാണ് മൊത്തമായിട്ട് പെർമനന്റ് ആയിട്ട് ഒഴിവാക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജിമെയിലും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ട് വന്നിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും ഞാൻ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫുൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.